കിച്ചണിലായിക്കോട്ടെ, അതുപോലെ തുണികളൊക്കെ അടുക്കി വെക്കുന്നിടത്ത് കബോർഡിലൊക്കെ ആയിക്കോട്ടെ, ഈ എലിശല്യം രൂക്ഷമാണ്. അതുപോലെ ഗാർഡനിലെ കൃഷിത്തോട്ടത്തിലെ ഒക്കെ എലിയുടെ ശല്യം രൂക്ഷമാണ്. എലിശല്യം മാത്രമല്ല, പല്ലി, പാറ്റ, പാമ്പ് ഇവയൊക്കെ ഓടിക്കാൻ പറ്റിയ കിടിലൻ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് 2 സ്പൂണ് കടുക് മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാനും സാധിക്കുന്നതാണ്. അതേപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോരുതേ. ആദ്യത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവറാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ടൈപ്പ് പ്ലാസ്റ്റിക് കവർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക് കവർ അതിൻ്റെ ചുളുക്കൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് നിവർത്തി ഇതിവിടെ കാണിക്കുന്ന പോലെ തന്നെ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കവറിൻ്റെ ആ പിടിയുടെ പാട്ട്, അതുപോലെ തന്നെ ആ കവറിൻ്റെ ചുവട് പാട്ടും നമുക്ക് ഇത് ഒരു കത്രി ഉപയോഗിച്ചിട്ട് ഒന്ന് വെട്ടി മാറ്റാം. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് വെട്ടി മാറ്റാവുന്നതാണ്. ഇപ്പോൾ കവറിൻ്റെ ചുവട് ഭാഗം ജോയിൻ്റായിട്ട് വരുന്ന ഭാഗമാണ് വെട്ടി മാറ്റുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ കവർ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ കവർ വെട്ടിയെടുത്തിട്ട് ആ കവറിൻ്റെ ഒരു എൻഡ് നമുക്ക് ഒരു കത്രി ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ കവറാണ് ഒറ്റ ഷീറ്റായിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇനി ആ കവറിൻ്റെ ഒരെൻഡിൻ്റെ സൈഡിലെ ആ കോർണറായിട്ട് കിടക്കുന്ന ഭാഗം ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കി എടുക്കാവുന്നതാണ്. ഇവിടെ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ടൊന്ന് മടക്കി എടുക്കുക. അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഒന്ന് കോർണർ ഭാഗം ഒന്ന് മടക്കി എടുത്തിട്ട് നമുക്ക് ഒരു പിന്ന് ഉപയോഗിച്ചിട്ട്, ഞാനിപ്പോൾ ഇവിടെ ഒരു പിന്ന് ഉപയോഗിച്ചിട്ടാണ് അതൊന്ന് കുത്തി വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് തയ്ച്ചു കൊടുത്താലും മതി. അതുപോലെ തന്നെ മറ്റേ സൈഡും പിന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പിന്ന് ഉപയോഗിച്ചൊന്ന് പിൻ ചെയ്ത് വെക്കുമായിരുന്നു. നമുക്ക് അതിന് പകരം അതൊന്ന് തയ്ച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഗ്ലൂ ഉണ്ടെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിലും ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ടോപ്പിൽ ഒരു പോർഷൻ മാത്രം ഒന്നും ചെയ്യാതെ ഫ്രീ ആയിട്ട് വിടണം. എന്നിട്ട് ബാക്കിയുള്ള പോർഷനാണ് നമ്മൾ തയ്ച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒട്ടിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേണ്ടി ഇതുപോലൊരു വള്ളിയാണ്. അപ്പോൾ ഞാൻ ചില നീളമുള്ള വള്ളി തന്നെ വേണം. അപ്പോൾ ആ വള്ളി എടുത്തിട്ട് ആ മടക്കി വെച്ച് ആ കവറിൻ്റെ ഉള്ളിലൂടെ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് അതൊന്ന് കയറ്റി എടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 2 സൈഡിലും ആ വള്ളി ഇട്ട് കൊടുത്ത് ഇതേപോലെ നമുക്ക് എടുക്കാവുന്നതാണ്. ആ വള്ളിയുടെ ആ മിഡിലുള്ള പോർഷൻ കുറച്ച് എക്സ്ട്രാ ആയിട്ട് നമ്മൾ വെളിയിലോട്ട് കുറച്ച് എടുത്ത് വെക്കണം. ഇപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഒരു ഏപ്രൺ ആണ്. നമുക്ക് തുണി കഴുകുന്ന സമയത്ത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഏപ്രൺ. അപ്പോൾ അങ്ങനെ ഏപ്രൺ ഇട്ടിട്ട് നമ്മൾ തുണിയൊക്കെ കഴുകുകയാണെങ്കിൽ നമ്മുടെ ഉടുപ്പിലോട്ടൊന്നും വെള്ളം തെറിക്കത്തില്ല. അതേപോലെ കിച്ചണിൽ നമ്മൾ പാത്രം കഴുകുന്ന സമയത്താണെങ്കിലും നമ്മൾ ഇത് ഒന്ന് ഏപ്രൺ ഒന്ന് ഇട്ടിട്ട് പാത്രം കഴുകുകയാണെങ്കിൽ നമ്മുടെ ദേഹത്തോട്ടൊന്നും വെള്ളമൊന്നും തെറിക്കത്തില്ല. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ഒട്ടും പൈസ മുടക്കില്ലാതെ തന്നെ നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഏപ്രൺ. നമ്മൾ കടയിൽ നിന്നൊക്കെ ഏപ്രൺ മേടിക്കുകയാണെങ്കിൽ അതിനൊക്കെ നല്ല പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അധികം ചിലവില്ലാതെ നമുക്ക് വേണമെങ്കിൽ ആ ഏപ്രണിൻ്റെ മിഡിൽ ഭാഗത്ത് വള്ളിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വയറിൻ്റെ ഭാഗത്ത് നമുക്കൊന്ന് കെട്ടി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ഏപ്രണിൻ്റെ വയറിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന സൈഡിൽ 2 അറ്റത്തായിട്ട് നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ആ ഹോളിൽ കൂടെ നമുക്ക് ആ വള്ളി ഒന്ന് കടത്തി വിട്ട് പുറകിലൊന്ന് കെട്ടി വെച്ചാൽ മതി. അവിടെ ഒതുങ്ങിയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കടുകാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ പൊടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണ് കടുക് പൊടിച്ചത് എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളമോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെയാണ് അത് ഒന്ന് അരിച്ചെടുക്കുന്നത്. ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അരിച്ചെടുത്തിട്ട് അതിലോട്ട് ഒരു കർപ്പൂരമാണ് പൊടിച്ച് ചേർക്കുന്നത്. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. അതേപോലെ അതിലൊക്കെ 1 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ വിനീഗറാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ആ വിനീഗർ ഒഴിച്ചപ്പോൾ നന്നായിട്ട് അത് പതിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഉണ്ടാക്കിയെടുത്ത സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് സിങ്കിലൊന്ന് ചെറിയ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശല്യക്കാരായ പ്രാണികളെയൊക്കെ ഓടിക്കുന്നതിന് നല്ലൊരു ടിപ്പ് തന്നെയാണിത്. ഇനി നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷൻ ഒന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്.
അടുത്ത മൂന്നാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലോട്ട് നമ്മൾ പൊടിച്ച കടുക് 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂണ് മൈദ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡയാണ്, അത് 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂണ് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വിനീഗർ കൂടെ ഒഴിച്ച് കൊടുത്ത് 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആകുന്നവരാണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ടാണെങ്കിലും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 1 സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ വിനീഗർ വേണമെന്നുണ്ടെങ്കിൽ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിൽ വേണം ഇത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കൈ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് അത് ചെറിയ ചെറിയ പോർഷനാക്കി ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതേപോലെ ഡിവൈഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിലോട്ട് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ എലിയെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ആ ശർക്കരയുടെ സ്മെല്ലടിച്ചിട്ട് ഇത് വന്ന് കഴിക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്ത കടുക്, ബേക്കിംഗ് സോഡ, ഉപ്പ്, വിനീഗർ ഇതെല്ലാം കൂടെ അതിൻ്റെ വയറ്റിൽ ചെന്നിട്ട് അതിന് പരവേശം എടുക്കുകയാണ്. വയറ്റിൽ ചെന്നിട്ട് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കിയിട്ട് പരവേശം എടുത്ത് ആ സ്ഥലത്തു നിന്ന് തന്നെ അത് ഓടിപ്പോവും. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഇതിൽ കുഴച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യും വെളിച്ചെണ്ണയൊക്കെ എലി അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അങ്ങനെ ഇത് വന്ന് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത കടുക്, ബേക്കിംഗ് സോഡ, ഉപ്പ്, വിനീഗർ ഇതെല്ലാം കൂടെ വയറ്റിൽ ചെന്നിട്ട് ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ആ രീതിയിലുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് എലിക്ക് പ്രശ്നമായിട്ട് അത് അവിടെ നിന്ന് തന്നെ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് എലികൾ വന്നു പോകുന്ന സ്ഥലങ്ങളായിട്ട് നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണ്. ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലായിട്ട് കൊണ്ടുവെക്കാം. അതുപോലെ വിറകൊക്കെ എടുത്ത് വെക്കുന്ന സ്ഥലങ്ങളായിട്ട് കൊണ്ടുവെക്കാം. അപ്പോൾ എലിയൊക്കെ വന്നു പോകുന്ന സ്ഥലങ്ങളായിട്ട് എലിയുടെ മൂത്രം, കാഷ്ടം ഒക്കെ കിടപ്പുണ്ടാവും. ആ സ്ഥലങ്ങൾ നോക്കി വേണം വെക്കാനായിട്ട്. അത് സ്ഥിരം വന്നു പോകുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ ആ സ്ഥലത്ത് ഇത് കൊണ്ടുവെക്കുമ്പോൾ ഇതിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് വന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എലികളെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നും ഒക്കെ തുരുത്തി ഓടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെടികൾ വളർത്തുന്ന സ്ഥലങ്ങളിലൊക്കെ കൃഷിത്തോട്ടത്തിലൊക്കെ സ്ഥിരം എലിയുടെ ശല്യം സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ നമുക്ക് ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ കൊച്ചു കുട്ടികളും അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളൊക്കെ എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ പെരക്കൊക്കെ കഴുകിയിട്ട് ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ട് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ടാവും വെളിയോട്ട്. അപ്പോൾ ആ പൈപ്പിൻ്റെ ഹോളിൽ കൂടെ ആണെങ്കിലും എലിയുടെ ശല്യം ഉണ്ടാവും. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണ്. അങ്ങനെ എലിയെ തുരുത്തി ഓടിക്കാം. അതുപോലെ ആണെങ്കിൽ കേബിൾ കണക്ഷൻ്റെ വയറാണെങ്കിൽ നമ്മൾ വെന്റിലേറ്റർ വഴി ഉള്ളിലോട്ട് വള്ളി അതിൻ്റെ വയറെടുക്കുന്നുണ്ടാവും. അങ്ങനെ എടുക്കുന്ന സമയത്ത് അതിൽ കൂടെ ആണെങ്കിൽ എലിയുടെ ശല്യം രൂക്ഷമായിരിക്കും. അത് വെളിയിൽ നിന്ന് മരത്തേന്ന് കയറി അങ്ങനെ വരുന്നതായിരിക്കും. അങ്ങനെയുള്ളിടത്താണെങ്കിലും നമുക്ക് ഇത് എലിയുടെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അടുത്ത നാലാമതായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സൊല്യൂഷൻ ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻ ആണെങ്കിൽ കുപ്പിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ക്യാപ്പ് ചെന്ന് അടച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ പല്ലി ശല്യം, പാറ്റ ശല്യം ഒക്കെ ഉള്ള അവിടെയൊക്കെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിൻഡോയുടെ കർട്ടൻ്റെ ഒക്കെ ബാക്കിലായിട്ട് നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ എലിശല്യമൊക്കെ ഉള്ളിടത്താണെങ്കിലും നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾക്ക് ഈ സൊല്യൂഷൻ വെച്ചിട്ട് തറ തുടയ്ക്കുന്ന വെള്ളത്തിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന വിനീഗർ അതുപോലെ ബേക്കിംഗ് സോഡയൊക്കെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ്. അതുപോലെ നമ്മൾ ഇതിനകത്ത് കർപ്പൂരം ചേർത്തിട്ടുണ്ട്. അത് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിനും പോസിറ്റീവ് ഒരു എനർജി കിട്ടുന്നതിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് ക്ലീനിങ്ങിനാണെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ഇവിടെ നിന്ന് സ്പ്രേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ കടുകിൻ്റെ സ്മെല്ലൊക്കെ ആണെങ്കിലും ഈ ചെറു പ്രാണികൾക്കൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ആ സ്മെല്ല് കാരണവും ചെറു പ്രാണികളെയൊക്കെ സ്ഥലത്തു നിന്ന് അകറ്റി നിർത്തുന്നതിന് സഹായിക്കും. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അടുത്ത അഞ്ചാമത്തെ ടിപ്പ്, നമ്മൾ ആ പൊടിച്ചെടുത്ത കടുകിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ വരത്തക്ക രീതിയിൽ എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/2 ടീസ്പൂൺ വരത്തക്ക രീതിയിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു കർപ്പൂരം പൊടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്ത സാധനങ്ങളെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഒരു സ്പൂൺ വെച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ടിഷ്യൂ പേപ്പർ ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ട് അതിലൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സെറ്റ് പിൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കബോർഡിലൊക്കെ കൊണ്ടുവെക്കാവുന്നതാണ്. നമ്മൾ കിച്ചണിലെ കബോർഡിൽ ഒരു സാധനമൊക്കെ എടുത്ത് വെക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ചെറിയ ചെറിയ പ്രാണികളുടെയൊക്കെ ശല്യം ഉണ്ടാകുന്നത്
തടയാനായിട്ട് കഴിയും. പിന്നെ ആണെങ്കിൽ നമുക്ക് തുണികളൊക്കെ അടുക്കി വെക്കുന്ന കബോർഡിലാണെങ്കിലും ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. നമ്മൾ ഇതിനകത്ത് കർപ്പൂരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തുണിയിലെ ബാഡ് സ്മെല്ലൊക്കെ അബ്സോർവ് ചെയ്യുന്നതിനും കടുവ ആണെങ്കിലും ബാഡ് സ്മെല്ലിനൊക്കെ അബ്സോർവ് ചെയ്യും. അതുപോലെ തുണിയുടെ ഇടയിലുണ്ടാകുന്ന ചെറിയ ജീവികൾ അതിനെയൊക്കെ ഉണ്ടാകുന്നതൊക്കെ ആണെങ്കിലും തടയുന്നതിന് സഹായിക്കുന്നതാണ്. അടുത്ത ലാസ്റ്റ് ടിപ്പ്, നമ്മൾ ആ പൊടിച്ച കടുവ ബാക്കിയുള്ളത് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേയിലപ്പൊടിയാണ്. അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ടിഷ്യൂ പേപ്പർ ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ മടക്കി എടുത്തിട്ട് ആ ടിഷ്യൂ പേപ്പറിൻ്റെ സൈഡിലുള്ള ഇത് വെച്ചിട്ട് അവിടെ ടിഷ്യൂ പേപ്പർ ഒന്ന് ടൈ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. നമുക്ക് റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അത് വിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മളൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് അതിൽ കുറച്ച് ഹോൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് ഷൂവിൻ്റെ അകത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഡെയിലി ഷൂ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു ബാഡ് സ്മെല്ലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആ കെട്ടി വെച്ചേക്കുന്ന അതെടുത്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ചെരുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ തന്നെ നമുക്ക് എടുക്കാം. അങ്ങനെ ഒരാഴ്ചയോളം നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വേറെ ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടാക്കി നമുക്ക് വെക്കാം ഇതേപോലെ തന്നെ. അപ്പോഴേ ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.